ഒരു മോശമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടി നടന്നു. പക്ഷെ ആ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ ആ ഒരു നിമിഷമാണത്, അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് അത് ഉണ്ടാവുന്നത്. പിന്നീട് യഥാർത്ഥത്തിൽ അയാൾ ശരിക്കും നമ്മളെ അടിക്കുകയോ അല്ലെങ്കിൽ ആ ഇൻസിഡൻറ്റ് പിന്നീട് ആവർത്തിക്കുകയോ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ആ ഒരു വാഗ്വാദത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിൽ അയാൾ നമ്മൾ ചെയ്തെങ്കിൽ തന്നെയും അയാൾക്കടക്കം അയാളുടെ ഉള്ളിലടക്കം ഒരു നെഗറ്റീവ് ഫീലാണ് ഉണ്ടാവുക. അടി കിട്ടിയ നമുക്കും നെഗറ്റീവ് ഫീലാണ് ഉണ്ടാവുക. മറിച്ച് ഞാൻ പറയുന്നത്, പിന്നീട് നമ്മൾ ആ ഒരു സാധനം നമ്മളെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫീലിങ്ങോട് കൂടിയാണ് നമ്മൾ വീണ്ടും വീണ്ടും നടക്കുന്നത് എങ്കിൽ നമ്മുടെ മനസ്സിൽ അത് വീണ്ടും വീണ്ടും ഉണ്ടാവുകയും അതേ വേദന നമുക്ക് നമ്മുടെ മനസ്സിൽ ആവർത്തിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശാന്തമായി സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളെ നമുക്ക് നഷ്ടപ്പെടാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അതിന് നമുക്കിതിൽ പരിഹാരമായിട്ട് ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് വേണ്ടി പൂർണ്ണമായും ഫൊർഗീവ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ അത് നേരിട്ടാവുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫൊർഗീവ് ചെയ്യാനുള്ള പല മാർഗ്ഗങ്ങളും നമുക്കിന്ന് അവൈലബിളാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ക്ലീനായി കൊണ്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി കഴിയും.